ശ്രീ വാൽമീകി മഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ട ഗായത്രി രാമായണം, അത്ഭുതരാമായണം, ആനന്ദരാമായണം മുതലായവ പോലെയുള്ള അധ്യാത്മരാമായണം ഒരു ഋഷിപ്രോക്തമായിട്ടുള്ളതല്ലെന്നാണ് പറയപ്പെടുന്നത്. അധ്യാത്മരാമായണത്തിന്റെ കവിതാരീതിയും മറ്റും കൊണ്ട് ഇത് മറ്റുള്ള രാമായണങ്ങളോട് വളരെ വ്യത്യാസപ്പെട്ടാണിരിക്കുന്നത്. ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള രാമായണങ്ങളിൽ ശ്രീവാമൻ വിഷ്ണുഭഗവാന്റെ ഒരു അവതാരമാണെന്ന് തന്നെയാണ് പറയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു നീതിമാനും ധീരോദാറ്റനുമായ ഒരു രാജാവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അധ്യാത്മരാമായണ കർത്താവ് ശ്രീരാമനെ ഒരു ഈശ്വരനായിട്ട് തന്നെയാണ് വർണ്ണിച്ച് കഥ വിവരിക്കുന്നത്. ഈ വ്യത്യാസങ്ങൾ കൊണ്ട് അധ്യാത്മരാമായണം ഋഷിപ്രോക്തമല്ലെന്നുള്ള വാദം വാസ്തവം തന്നെയാകാം. അധ്യാത്മരാമായണത്തെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞുപോരുന്നത് ഇങ്ങനെയാണ്: വിഷ്ണുഭക്തനായ ഒരു ബ്രാഹ്മണനാണ് രാമായണമുണ്ടാക്കിയത്. തന്റെ രാമായണത്തിൽ മറ്റുള്ള രാമായണങ്ങളെക്കാൾ ഭക്തിരസമുള്ളതിനാൽ ഇതിനെ ജനങ്ങൾ അധികം ആദരിക്കുകയും തന്നിമിത്തം ഇതിന് അധികം പ്രചാരം വരികയും ചെയ്യുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ ഗ്രന്ഥം തീർന്നപ്പോൾ ഉണ്ടായ അനുഭവം വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. തന്റെ ഗ്രന്ഥമൊന്ന് നോക്കണമെന്ന് പറഞ്ഞ് പല യോഗ്യന്മാരെയും അദ്ദേഹം സമീപിച്ചെങ്കിലും ആരും അതിനെ ലേശം പോലും ആദരിച്ചില്ല എന്ന് മാത്രമല്ല, ചിലർ പരിഹസിക്കാനും തുടങ്ങി. ഗ്രന്ഥത്തെ ആരും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ പരിഹാസം സഹിക്കവയ്യാതെ അദ്ദേഹം സ്വദേശം വിട്ടുപോവുകയും ചെയ്തു. അങ്ങനെ അലഞ്ഞു നടന്ന് ഈ ബ്രാഹ്മണൻ ഒരു ദിവസം മനുഷ്യസഞ്ചാരമില്ലാത്ത ഒരു കൊടുങ്കാട്ടിൽ ചെന്നു ചേർന്നു. നേരവും വൈകി. മനുഷ്യ ആദിവാസമുള്ള സ്ഥലത്തെത്തുന്നതിന് അവിടെ നിന്നും വളരെ ദൂരമുള്ളതിനാൽ ആ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. ആ വനാന്തരങ്ങളിൽ കൂടിയുള്ള ഊടുവഴിയിലൂടെ നടന്നപ്പോൾ ഒരു കുളവും ആൾത്തറയും കണ്ടു. കുളത്തിലിറങ്ങി കുളിച്ച് സന്ധ്യാവന്ദനവും കഴിച്ച് ആ ആൾത്തറയിൽ തന്റെ രാമായണ ഗ്രന്ഥവും തലയ്ക്കുവെച്ച് കിടന്നു. കിടന്ന ഉടനെ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു. പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവിടെ തേജോമയനായ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, "ആരാണിവിടെ കിടക്കുന്നത്?" ഉടനെ ബ്രാഹ്മണൻ എണീറ്റിരുന്നു. താനൊരു ബ്രാഹ്മണനാണെന്നും പല ദേശങ്ങളും സഞ്ചരിച്ച് അവസാനം ഇവിടെ എത്തിയതാണെന്നും പറഞ്ഞു. ബ്രാഹ്മണന്റെ അടുത്തിരിക്കുന്ന ഗ്രന്ഥം കണ്ട് അതെന്താണെന്ന് ആ ദിവ്യൻ ചോദിച്ചു. ബ്രാഹ്മണൻ നടന്ന കഥയെല്ലാം അദ്ദേഹത്തോട് വിവരിച്ചു. ഉടനെ ആ ദിവ്യപുരുഷൻ ബ്രാഹ്മണനോട് പറഞ്ഞു, "ഇതിനെക്കുറിച്ച് അവിടുന്ന് ഒട്ടും വ്യസനിക്കണ്ട. ഞാനൊരു കൗശലം പറഞ്ഞുതരാം. അതുപോലെ ചെയ്താൽ അങ്ങയുടെ ഈ ഗ്രന്ഥത്തെ എല്ലാവരും ആദരിക്കുന്നതിനും പ്രചാരം സിദ്ധിക്കുന്നതിനും ഇടവരും. ഈ വരുന്ന ശിവരാത്രി നാൾ അങ്ങ് ഗ്രന്ഥവും കൊണ്ട് ഗോകർണത്തു പോകണം. നേരം വൈകാറാകുമ്പോൾ കിഴക്കേ നടയിൽ പോയി നിന്നാൽ അസംഖ്യം ജനങ്ങൾ വരുന്നത് കാണാം. ആ കൂട്ടത്തിൽ തേജോമയനായ ഒരു ബ്രാഹ്മണനുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പിന്നാലെ 4 പട്ടികൾ കൂടെ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഗ്രന്ഥം കൊണ്ടുകൊടുത്തിട്ട് വിവരം പറയണം. അദ്ദേഹം ഇതിനൊരു നിവൃത്തിയുണ്ടാക്കിത്തരും. ഇതാര് പറഞ്ഞു തന്നു എന്ന് ചോദിച്ചാൽ ഒന്നും പറയുകയുമരുത്." ഇപ്രകാരം പറഞ്ഞിട്ട് ആ ദിവ്യപുരുഷൻ ഉടനെ അപ്രത്യക്ഷമായി. ഈ ഉപദേശം കേട്ട് ബ്രാഹ്മണന് സന്തോഷമായി. പിന്നെ ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ശിവരാത്രി ആയപ്പോഴേക്കും ഗോകർണത്ത് ചെന്നു ചേർന്നു. നേരം വൈകാറാകുമ്പോൾ മുമ്പ് ആ ദിവ്യപുരുഷൻ പറഞ്ഞിരുന്നതുപോലെ ഒരു ബ്രാഹ്മണൻ വരുന്നത് കണ്ട് ഗ്രന്ഥം അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്ത് വിവരമെല്ലാം പറഞ്ഞു. ആ ബ്രാഹ്മണൻ ചോദിച്ചു, "ഇതെന്റെ കയ്യിൽ കൊണ്ടുതരാൻ ആരാണ് അങ്ങയോട് പറഞ്ഞത്?" ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, "ആട്ടെ, ഇപ്പോൾ പറയണമെന്നില്ല. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങേക്ക് ഈ ഉപായം പറഞ്ഞു തന്നയാൾ ഒരു ഗന്ധർവനാണ്. അവൻ ഇപ്രകാരം വ്യാജോപദേശം ചെയ്തതിനാൽ ഞാൻ അവനെ ശപിക്കുന്നു. അവനൊരു ശൂദ്രനായി ഭൂമിയിൽ ജനിക്കട്ടെ." ഇപ്രകാരം ശപിച്ചതിനുശേഷം കയ്യിലുണ്ടായിരുന്ന കമണ്ഡലുവിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് ഗ്രന്ഥത്തിന്മേൽ തളിച്ച് അത് ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണനെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, "ഇനി ഈ ഗ്രന്ഥം നിമിത്തം അങ്ങേക്ക് വളരെ ബഹുമാനമുണ്ടാവുന്നതാണ്." ഇതു പറഞ്ഞ ആ ബ്രാഹ്മണൻ ക്ഷേത്രത്തിലേക്ക് നടന്നു പോവുകയും ചെയ്തു. അതിനുശേഷം അധ്യാത്മരാമായണത്തെ എല്ലാവരും ആദരിച്ചു പാരായണത്തിന് ഉപയോഗപ്പെടുത്തി തുടങ്ങി. ഋഷിപ്രോക്തങ്ങളായ രാമായണങ്ങളെക്കാൾ അതിന് പ്രചാരം ലഭിക്കുകയും ചെയ്തു. അധ്യാത്മരാമായണ കർത്താവായ ആ ബ്രാഹ്മണന് ഉപായം പറഞ്ഞുകൊടുത്ത ഗന്ധർവനാണ് പിന്നീട് തുഞ്ചത്തെഴുത്തച്ഛനായി അവതരിച്ചത്. തുഞ്ചത്തെഴുത്തച്ഛന് മറ്റുള്ള രാമായണങ്ങളെക്കാൾ അധികം അധ്യാത്മരാമായണത്തോട് പ്രതിപത്തിയുണ്ടാകുന്നതും തന്റെ കിളിപ്പാട്ട് തർജ്ജമയ്ക്ക് ഇത് സ്വീകരിച്ചതും മേൽപ്പറഞ്ഞ പൂർവ്വസംബന്ധമാകുന്നു. ഗോകർണത്ത് ശിവരാത്രി നാൾ 4 പട്ടികളോടുകൂടി വന്ന ബ്രാഹ്മണൻ സാക്ഷാൽ വേദവ്യാസനായിരുന്നു. 4 പട്ടികൾ 4 വേദങ്ങളുമായിരുന്നു. അധ്യാത്മരാമായണം ഉണ്ടാക്കിയത് സാക്ഷാൽ വരരുചിയാണെന്ന് ചിലർ പറയുന്നുണ്ട്.